ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദേന് കിഴക്ക് നോദ് ദേശത്തിൽ ചെന്നു പാർത്തു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദേന് കിഴക്ക് നോദ് ദേശത്തിൽ ചെന്നു പാർത്തു. ദൈവസന്നിധിയിൽ നിന്ന് അകലുന്ന ഒരു മനുഷ്യന്റെ ദുഃഖത്തെയാണ് ഈ വാക്യം വിവരിക്കുന്നത്. കയീന്റെ ജീവിതത്തിൽ കയീൻ പാപം ചെയ്യുന്നതിന്റെ അനന്തരഫലമായിട്ട് അവൻ ദൈവസന്നിധിയിൽ നിന്ന് അകലുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ നിന്ന് അകലുക എന്ന് പറയുന്നത് അവന് തീരാ നഷ്ടമാണ്. കാരണം ഒരുവന്റെ അനുഗ്രഹം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്, ഒരുവന്റെ സമാധാനം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്, ഒരുവന്റെ സംരക്ഷണം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. പാപം ഒരു മനുഷ്യനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും ആ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കയീൻ നേരെ ചെന്ന് പാർക്കുന്നത് നോദ് എന്ന് പറയുന്ന ഒരു ദേശത്താണല്ലോ. എന്താണ് നോദിന്റെ അർത്ഥം? നോദ് എന്ന വാക്കിനർത്ഥം അലഞ്ഞു തിരിയൽ എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നിന്ന് അകലുന്ന മനുഷ്യരുടെ ജീവിതങ്ങളിലെല്ലാം നോദിന്റെ അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ അലഞ്ഞു തിരിയലിന്റെ ഒരു അനുഭവങ്ങളിലായിരിക്കും. അവന്റെ ജീവിതം ഒരു ദിശയില്ലാത്ത ജീവിതമായിരിക്കും. അവന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരിക്കും. അവന് ഒരു സംരക്ഷണമില്ലാത്ത ഒരു ജീവിതമായിരിക്കും. പാപം ഒരു മനുഷ്യനിൽ അലഞ്ഞു തിരിയലിന്റെ അനുഭവം കൊണ്ടിടുന്നു. എന്നാൽ ദൈവം അതിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവം അതിൽ നിന്ന് മനുഷ്യനൊരു വിടുതൽ നൽകുന്നു എന്നുള്ളത് മറന്നു പോകരുത്. കയീന് ദൈവം ശാപം നൽകി, കയീന് ദൈവം ശിക്ഷ നൽകി. എങ്കിലും കയീന് ദൈവം ഒരു അടയാളം കൊടുത്ത് ദൈവം അവനെ സംരക്ഷിക്കുകയാണ്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്ത്? കയീനെ ഉപേക്ഷിക്കാത്ത ദൈവം തീർച്ചയായിട്ടും നമ്മയും ഉപേക്ഷിക്കില്ല. കയീനെ ഉപേക്ഷിക്കാത്ത ദൈവം തീർച്ചയായിട്ടും നമ്മയും ഉപേക്ഷിക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതം അലഞ്ഞു തിരിയലിന്റെ ഒരു അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. നോക്കാം, നമ്മുടെ വീടുകളിൽ എപ്പോഴും ഒരു അലച്ചിലിന്റെ അനുഭവം, നമ്മുടെ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു അലച്ചിലിന്റെ അനുഭവം, നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഒരു അലച്ചിലിന്റെ അനുഭവം, നമ്മുടെ ജോലിയിടങ്ങളിലെല്ലാം ഒരു അലച്ചിലിന്റെ അനുഭവം, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു അലച്ചിലിന്റെ അനുഭവം. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ ഈ അലച്ചിലിന്റെ അനുഭവത്തിൽ നിന്ന് വിളിക്കുകയാണ്. മറന്നു പോകരുത് കുഞ്ഞെ, നാം ആ ദൈവസന്നിധിയിലേക്കാണ് അടുക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനല്ല, ദൈവസന്നിധിയിലാണ് നാം അടുക്കേണ്ടത്. ദൈവസന്നിധിയിലേക്ക് ഒരുവൻ അടുക്കുമ്പോൾ അവൻ എന്തൊക്കെ ലഭിക്കും? ദൈവസന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ എടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ശാന്തി ലഭിക്കും, അവന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കും, അവന്റെ ജീവിതത്തിൽ സംരക്ഷണം ലഭിക്കും, അവന്റെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കും, അവന് നല്ല മാർഗനിർദ്ദേശം ലഭിക്കും. അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് അത് കാരണമായി തീരും. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആ യേശുവിലേക്ക് നാം അടുക്കേണ്ടത്, ആ ദൈവസന്നിധിയിലേക്ക് നാം അടുക്കേണ്ടത്. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്താം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.